നമസ്കാരം. റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. സെർജിയോ റാമോസ് വേറെ ലെവലാണ്. 39-ാമത്തെ വയസ്സിലും അദ്ദേഹം പുറത്തെടുത്ത പോരാട്ട വീര്യം അതിനെ കൈയടിച്ചേ പറ്റൂ. കിടിലൻ ഡിഫെൻഡിങ് നടത്തിയത് മാത്രമല്ല, ടീമിൻ്റെ ഗോളും അദ്ദേഹം തന്നെ നേടി. യൂറോപ്യൻ വമ്പന്മാരെ ഈ സീസണിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ കളിച്ച ഇൻ്റർ മിലാനെയാണ് മെക്സിക്കൻ ക്ലബ്ബ് മോണ്ടറി 1-1 സമനിലയിൽ തളച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വലിയ നേട്ടമാണ് മോണ്ടറിയെ സംബന്ധിച്ചിടത്തോളം. മത്സരത്തിൽ മോണ്ടറിയുടെ ഗോൾ കണ്ടെത്തിയത് സെർജിയോ റാമോസ് ആണ്. മറുപടി ഗോൾ വന്നത് ലൗറ്ററോ മാർട്ടിനസിൽ നിന്നായിരുന്നു. കളിയിൽ ഇൻ്റർ മിലാൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലൗറ്ററോ മാർട്ടിനസും അതുപോലെ എസ്പോസിറ്റോയും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത്. മറുഭാഗത്ത് ലൂക്കാസ് ഒഗംബസിനെ മുന്നിൽ നിർത്തി ഡിഫൻസിലെ സെർജിയോ റാമോസിൻ്റെ സാന്നിധ്യം കരുത്ത് പകർന്നുകൊണ്ടാണ് കളിക്കാനിറങ്ങിയത് മോണ്ടറി. അങ്ങനെ കളിയുടെ 25-ാമത്തെ മിനിറ്റിലാണ് കിടിലൻ ഹെഡറിലൂടെ റാമോസ് ഇൻ്റർ മിലാനെ ഞെട്ടിച്ചുകൊണ്ട് മോണ്ടറിയെ മുന്നിലെത്തിച്ചത്. പക്ഷേ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് ലഭിച്ച ഒരു ഫ്രീ കിക്കിൽ നിന്നാണ് ഇൻ്റർ മിലാൻ്റെ ഗോൾ പിറക്കുന്നത്. ക്രിസ്ത്യൻ അസ്ലനിയുടെ ആ ഒരു ഫ്രീ കിക്ക്, അതിൽ നിന്ന് കാർലോസ് അഗസ്റ്റയുടെ അസിസ്റ്റ് വന്നു. അങ്ങനെയാണ് ഒടുവിൽ ലൗട്രോ മാർട്ടിൻസ് അത് ഫിനിഷ് ചെയ്യുന്നത്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ മത്സരം 1-1 സമനിലയിലായിരുന്നു. രണ്ടാം പകുതിയിലും ഇരുഭാഗത്തേക്കും നീക്കങ്ങളുണ്ടായി, അവസരങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഗോളുകൾ പിറക്കാതെ വന്നതോടെ മത്സരം സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് ഇയിൽ ഇപ്പോൾ എല്ലാ ടീമും ഓരോ കളി കളിച്ച ഈ സമയത്ത് റിവർ പ്ലേറ്റ് 3 പോയിൻറ്റോടെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നു. മോണ്ടറിക്കും ഇൻ്ററിനും ഓരോ പോയിൻറ്റുകളുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് കൊണ്ടുവെത്താം.